hello guys hello guys welcome back to my YouTube channel. So പാക്കിംഗ് വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടില്ലേ? ഞാൻ എറണാകുളത്തേക്ക് പോവാണ്. എൻ്റെ വർത്താനം കേട്ട് കഴിഞ്ഞ് ഞാൻ പോയിട്ട് കറക്റ്റ് 10 മാസം കഴിഞ്ഞാലേ വരുമെന്നൊക്കെ തോന്നും. പക്ഷേ ഞാൻ വെള്ളിയാഴ്ച, ഇന്നിപ്പോൾ തിങ്കളാഴ്ചയാണ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത്, വെള്ളിയാഴ്ച ക്ലാസ് കഴിഞ്ഞ് അപ്പം തന്നെ ഞാൻ തിരിച്ചുകൊണ്ട് പോരും. എന്നിട്ട് ഞായറാഴ്ച ഉച്ചയ്ക്കാകുമ്പോൾ പോവും. അങ്ങനെ ഞാൻ വിചാരിച്ചുള്ളത്. അപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇന്നും ഉണ്ട്. പക്ഷെ ഇന്നിപ്പോൾ പോവുക എന്നുള്ള ആ ഒരു സാധനം മനസ്സിലിരിക്കുന്നത് കൊണ്ട് വെളിച്ചം കുറവാണ് ഗൈസ്. അപ്പോൾ ആ മനസ്സിലുള്ളത് കൊണ്ട് എനിക്ക് ഇന്നലെയൊക്കെ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ. ഉറക്കമൊന്നും വന്നേറുന്നില്ല. ഞാൻ 1 മണിക്ക് ആയി ഞാൻ കിടക്കുമ്പോൾ. എന്നിട്ട് 4 മണിക്ക് എഴുന്നേറ്റിട്ട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഇപ്പോൾ പോവാൻ നിൽക്കണേ. ബട്ട് ഐ ഹാവ് ടു ഗോ. അത് എല്ലാവരും അങ്ങനെയാണ്. ഒരു പോയിന്റ് കഴിയുമ്പോൾ, നമ്മുടെ ഒരു പ്രായം കഴിയുമ്പോൾ നമ്മൾ പഠിക്കാൻ പല സ്ഥലങ്ങളിലേക്കും പോകുന്നവരുണ്ട്. എൻ്റെ ഫ്രണ്ട്സൊക്കെ +2 കഴിഞ്ഞ വഴിക്ക് ബാംഗ്ലൂർ, എറണാകുളത്തൊക്കെ പഠിക്കുന്ന അല്ലെങ്കിൽ പഠിച്ച പിള്ളേരൊക്കെ ഉണ്ട്. ഞാനാണ് ഇവിടെ ഇങ്ങനെ കംഫർട്ട് സോണിൽ കിടന്ന് ഇങ്ങനെ കളിച്ചത്. എൻ്റെ ലിമിറ്റേഷൻസിൻ്റെ ഇതിൽ ഞാനിങ്ങനെ ഞാൻ പറഞ്ഞല്ലോ 2 സ്റ്റോപ്പ് അപ്പുറത്താണ് എൻ്റെ കോളേജ്. അപ്പം അങ്ങനെ പോയി വന്ന് വീട്ടിൽ നിന്ന് ഉറങ്ങി തിന്ന് കുടിച്ച് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പെട്ടെന്ന് നമ്മൾ വേറൊരു സ്ഥലത്തേക്ക് മാറുന്നു. അതും 6 ഷെയറിംഗ് ഉള്ള ഹോസ്റ്റലാണ്. അപ്പോൾ നമ്മുടെ ആ ഒരു കംഫർട്ട് സോണിൽ നിന്ന് മാറി നമ്മളെല്ലാം എക്സ്പീരിയൻസ് ചെയ്യണം. ശരിയാണ്. പക്ഷെ ആ ഒരു തുടക്കത്തിലുള്ള സ്റ്റാർട്ടിങ് ട്രബിൾ, അല്ലെങ്കിൽ അവിടെ പോയാൽ എന്തായിരിക്കും, എങ്ങനെയായിരിക്കും, ആ ഒരു സ്ട്രേഞ്ചേഴ്സ് ആണല്ലോ. സോ ഐ ഡോണ്ട് നോ. അവിടെ ചെന്നാൽ റെഡിയാവും, മിങ്കിളാവുക, നമ്മളെല്ലാവരുമായിട്ട് കണക്റ്റ് ആവുക, അവരായിട്ട് നമ്മൾ സംസാരിച്ച് ഒക്കെ നമ്മൾ സെറ്റാവും. ബട്ട് ആ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഒബ്വിയസ്ലി നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും. സോ അത്രയുള്ളൂ ഗൈസ്. ഇത് ഇൻട്രോ ആണ്. നമ്മളിന്ന് പോവുകയാണ്. സോ ദിസ് ഈസ് മൈ ഫസ്റ്റ് ഡേ ഇൻ എറണാകുളം ആസ് എ സ്റ്റുഡൻറ്റ് വ്ളോഗ്. സോ ലെറ്റ്സ് ബിഗിൻ ഗൈസ്. നമ്മൾ ഓട്ടോറിക്ഷ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഓട്ടോറിക്ഷയിലാണ് പോണത്. പിന്നെ എൻ്റെ ഫ്രണ്ട്സൊക്കെ ഉണ്ട്. സോ അവരൊക്കെ അങ്ങോട്ട് വരും. അപ്പം ഞാൻ ഓട്ടോറിക്ഷ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഗൈസ്. എന്നാൽ ഫേഷ്യൽ ഹെയർ കളഞ്ഞിട്ട് ബ്ലേഡ് വെച്ചപ്പോൾ ഉണ്ടോ മുറിഞ്ഞു. അതുപോലെ ഇവിടെയും ഒരു മുറി. ഇതാ അമ്മ കണ്ടിട്ടില്ല. അമ്മ കാണുക ഈ വീഡിയോ കാണുമ്പോഴായിരിക്കും ഗൈസ്. ആണ് അത്. സോ ഓട്ടോറിക്ഷ വന്നിട്ട് നമുക്ക് പോകാം. ഇപ്പോൾ 6:15 ഒരു 6:30 ആകുമ്പോഴത്തേനും അവിടെ എത്തി. ടിക്കറ്റൊക്കെ എടുത്ത് സാധനമൊക്കെ എടുത്ത് അപ്പുറത്തേക്ക് വെക്കണം. ഓട്ടോറിക്ഷ വരുന്നുണ്ട് ഗൈസ്. ബൈ. നമ്മൾ ഹോസ്റ്റലിൽ പോയി ബാഗൊക്കെ അവിടെ വെച്ചു. നമ്മളിപ്പോൾ HR-ൻ്റെ കോഴ്സ് സെൻറ്ററിലേക്ക് പോവുകയാണ്. നമ്മുടെ വരുന്ന എല്ലാവരും ഉണ്ട് ഗൈസ്. ഇതാണ് നമ്മുടെ ഡോക്യുമെൻറ്റ്സ്. സോ വി ആർ ഗോയിങ് ടു ദ ക്ലാസ്. എല്ലാവരും എടുത്തേരില്ല. ഇത് നല്ല വെയിലാണ് ഗൈസ്. ഹലോ ഗൈസ്, നമ്മളിപ്പോൾ ഉള്ളത് ചായക്കടയിൽ. ഇതാണ് നാഷിദിന്റെ കണ്ണാട. എന്താണ് പറയാനുള്ളത് വെയിലിനെ കുറിച്ച്? ബൈ ഗൈസ്. വയ്യാത്തോനാ ഇവൻ തന്നെ ഫീമെയിലിനെ കൊണ്ടുപോയിട്ട് ടിക്കറ്റ് നമുക്ക് പോകാൻ ഇവൻ ഫീമെയിലിന് കൊണ്ടുപോയി ടിക്കറ്റ്. നോക്കൂ നാഷീദ് യെസ് എഴുതണ്ട അതില് ഫീമെയിലില്.
ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് അത്യാവശ്യം പൊട്ടത്തരങ്ങളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങളുടെ ഫോമൊക്കെ ഫില്ല് ചെയ്തതിന് ശേഷം നമ്മൾ ക്ലാസ്സിന് പോയിരുന്നു. ഞങ്ങൾക്ക് പാട്ടൊക്കെ ഇട്ടുന്നുണ്ടായിരുന്നു കേട്ടോ. ഫസ്റ്റ് ഡേ നല്ല വൈബായിരുന്നു. അതാണ് ഞാൻ വോയിസ് കവർ കൊടുക്കുന്നത്. ചിലപ്പോൾ കോപ്പി റൈറ്റ് വരാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഇൻട്രൊഡക്ഷൻ പാർട്ടായിരുന്നു. ഫസ്റ്റ് തന്നെ ഷാക്കിറിനെ വിളിച്ചിട്ടായിരുന്നു ഇൻട്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ. പിന്നെ നാഷിദിനെ വിളിച്ചു. പിന്നെ അങ്ങനെ ഓരോരുത്തർക്ക് അതും ടാസ്കൊക്കെ ആയിരുന്നു കേട്ടോ. നല്ല ടാസ്കും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് നമുക്ക് ഇൻട്രൊഡക്ഷൻ പോർഷൻ ഉണ്ടായിരുന്നത്. അങ്ങനെ ഫസ്റ്റ് ഡേ അവർ നമുക്ക് ഒരു 2 hours എന്താ പറയുക അവിടുത്തെ ഓറിയൻറ്റേഷൻ സെഷൻ ആയിരുന്നു. നമ്മൾ ഫുഡ് കഴിക്കാൻ വന്നിരിക്കും. ക്ലാസ്സൊക്കെ കഴിഞ്ഞു. I'm so tired because of വെയിൽ. ഫുഡ് കഴിക്കാൻ പോകണം. ഞങ്ങളെ ചോറുണ്ട്. Auto number 2. Yes, they are going to find the hostel. Boys hostel എനിക്ക് വരും. ഞാൻ ഉമ്മയുടെ കൂടെ വരുന്നതാണ്. ആസ് യുവർ ഗാർഡിയൻ. ടാനടിച്ച് ഞാനൊരു വിധമായി. ഈ നാഷിദിന് നമ്മൾ ഹോസ്റ്റലിൽ നോക്കിയിട്ട് കിട്ടിയിട്ടില്ല. എൻ്റെ ഹോസ്റ്റലൊക്കെ സെറ്റായി. നമ്മളിപ്പോൾ ഹോസ്റ്റൽ നോക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. സോ നമുക്ക് നോക്കാം. അതെ ഗൈസ്, ഞങ്ങൾ അലഞ്ഞു തിരിഞ്ഞ് വിജയകരമാകാതെ തിരിഞ്ഞ് പോകുന്ന നാഷി. എന്താ വേണ്ടിച്ച് പറയും? ചായ കുടിക്കാതിരിക്കാം. ഹലോ ഗൈസ്, ഞങ്ങളപ്പോ ഹോസ്റ്റൽ അന്വേഷിച്ച് ഹോസ്റ്റലൊന്നും കിട്ടിയില്ല. നമ്മളിവിടെ പോത്തീസില് ഒക്കെ ആക്കിയിട്ട് എന്റെ ഹോസ്റ്റലിൽ പോവാണ്. ഇവനെ ബാഗ് അവിടെ നിന്ന് എടുത്തിട്ട് ഇവനെ തിരിച്ചു വിടും. എന്നിട്ട് ഒരാഴ്ച ഇവര് ട്രെയിനില് ഉല്ലസിച്ചിട്ട് അവർക്ക് അപ്പം മതിയാവും. കാരണം എനിക്ക് തന്നെ മതിയായി ഒരാഴ്ചത്തെ പയനം. അപ്പൊ ഒരാഴ്ച കഴിയുമ്പോ അവൻ പാഠം പഠിക്കും. അപ്പൊ അവന് മതിയാവും. ഞാന് എന്റെ എല്ലാ ഹോസ്റ്റലിലെ കാര്യങ്ങളൊക്കെ സെറ്റാക്കി. ഇവനോ അവിടെ ഭയം പഠിച്ചിരുന്നു വീട്ടിൽ. അതുകൊണ്ടാണ് ഗൈസ് ഇവനെ ഹോസ്റ്റലിൽ കിട്ടാണ്ടിരുന്നത്. ഹോസ്റ്റലിനെ പഠിച്ചോ. നമ്മളവര് പലതും പറയും. നമ്മള് നമ്മുടെ ഭാഗത്തുനിന്ന് ചെയ്യൂലല്ലോ. ഓരോ പാഠങ്ങൾ ഓരോ സ്ഥലത്തുനിന്ന് പഠിക്കണതാണ്. അതെ, നമ്മളിപ്പോ ഒരു പുഴുവാണ്. നമ്മൾക്ക് പൂമ്പാറ്റയാണെങ്കിൽ കുറച്ച് സമയം പിടിക്കും, കുറച്ച് കഷ്ടപ്പെടും. അതെ. സോ ഞങ്ങൾ പോവുകയാണ് ഗായ്സ്. ഞാൻ എൻ്റെ ഹോസ്റ്റലിലേക്ക് പോവുകയാണ്. ഹലോ ഗായ്സ്, നമ്മളിപ്പോൾ ഉള്ളത് ഹോസ്റ്റൽ റൂമിലാണ്. ഇതാണ് എൻ്റെ റൂം, ഇതാണ് എൻ്റെ ബെഡ്. മേലത്തെ ബെഡാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഇത് നന്ദനയുടെ ബെഡാണ്. നന്ദനയുടെ ആരുമില്ല, എല്ലാവരും ജോലിക്കും ക്ലാസ്സിനും ഒക്കെ ആയിട്ട് പോയിക്കാണ്. അപ്പം ഞാനിവിടെ ഒറ്റയ്ക്കാണ്. നാഷിദിന് ഹോസ്റ്റലിൽ കിട്ടിയില്ല. അവർക്കൊന്നും ഹോസ്റ്റലിൽ കിട്ടിയില്ല, അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ഒരാഴ്ച ഡെയിലി വന്ന് പോയിട്ട് ഞാനിപ്പോൾ മേക്കപ്പ് ആർട്ടിസ്റ്റിൻ്റെ കോഴ്സ് ചെയ്ത പോലെ നമുക്ക് അതാണെങ്കിൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ക്ലാസ് ഉണ്ടായിരുന്നല്ലോ. ഇവർക്ക് അങ്ങനെ ക്ലാസ് ഒന്നുമില്ല. അവർക്ക് രാവിലെ 11:30 തൊട്ടിട്ട് ഉച്ച വരെയാണ് ക്ലാസ്. അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ പറയുക വന്നത് അവർക്ക് പോവാമല്ലോ. പിന്നെ ആ ടൈമിൽ അവർക്ക് വേറെ ഹോസ്റ്റലും സെർച്ച് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. സോ ഇങ്ങനെ ഞാനിപ്പോൾ ഇവിടെ വന്നിട്ട് ഒറ്റയ്ക്ക് ഇരിക്കുകയാണ് ഗൈസ്. ആരുമില്ല. ഒന്ന് കുളിക്കണം, ഡ്രസ്സൊക്കെ ഒന്ന് മാറണം, അങ്ങനെ കുറച്ച് പരിപാടികളുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇത്രയുള്ളൂ ഗൈസ്. വൈകുന്നേരം ബക്കറ്റും തലോണയൊക്കെ വാങ്ങാൻ പോകണം. അപ്പം ഇനി നന്ദനയൊക്കെ വന്നിട്ട് നമുക്ക് വ്ളോഗിൽ കാണിക്കാം ഗൈസ്. ഇതാണ് നമ്മുടെ
ഹോസ്റ്റൽ റൂം ഇതാണ് കേട്ടോ. ഇതാണ് എൻ്റെ ബെഡ്, ഇതാണ് ഞാൻ, ഇതാണ് എൻ്റെ ബെഡ്. മേലത്തെ ബെഡാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. കിട്ടി മോളെ, മുത്തിനെ കിട്ടി. അതാണ് മുത്ത്. നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ്. ബൈ. ബക്കറ്റ്, ബക്കറ്റും തലോണൊക്കെ വാങ്ങാനുണ്ട്. ഞങ്ങൾ പോയിട്ട് വരാം. നമ്മളിന്ന് പുറത്ത് പോവുകയാണ്. ബൈ. ഒരു കഥയിട്ടോ. ബൈ. നമ്മൾ ബക്കറ്റ് വാങ്ങാൻ വന്നിരിക്കുകയാണ്. നന്ദനാ ബക്കറ്റ് തലോണ ഒക്കെ വാങ്ങാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഞങ്ങളുള്ളത് നമ്മുടെ ഹോസ്റ്റലിൻ്റെ അവിടുത്തെ കടയിലാണ്.